ഹേയ് ഓൾ, ഇറ്റ്സ് യു ഗു ആൻഡ് ബിൻ. ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. ഞങ്ങളുടെ അച്ഛൻ വരുന്നുണ്ട് നാട്ടിലേക്ക്. അച്ഛൻ്റെ കുറേ കാലത്തെ പ്രവാസി ജീവിതം മതിയാക്കി ഇനി ഫുൾ ടൈം ഞങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അച്ഛനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോ, പിക്ക് ചെയ്ത് തിരിച്ചു പോരുന്ന ഒരു വീഡിയോ ആണിത്. അതിനൊരു വ്ളോഗാണ്. സോ എല്ലാവരും വാച്ച് ചെയ്യുക. ഇതിൽ ഞങ്ങൾ ഫാമിലി ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോയിൽ വരുന്നത്. അച്ഛൻ, അമ്മ, ഞാൻ, എൻ്റെ അനിയത്തി, പിന്നെ ഞങ്ങളെ മാമൻ്റെ മോനും കൂടെ ഉണ്ട്. മുന്നേ ഷോർട്സിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗിൽ വരുന്നത്. സോ കീപ് വാച്ചിങ് ഗൈസ്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ റോഡിന്റെ ശോചനീയ അവസ്ഥ കാണിക്കാൻ വയ്യാച്ചിട്ടാണ്. മൂന്നാളും കൂടെ അങ്ങനെ നാലാളും ഉണ്ട് കേട്ടോ, ഞാനുണ്ടേ. പറയാം നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ആ കാണുന്നത് എന്താണ്? ട്രെയിനിനൊരു ബോഗി ഇവിടെ നിർത്തിട്ടിരിക്കുക. ഇവിടെ മൊത്തം ട്രെയിനിന്റെ കാര്യങ്ങളോ? കാരണം ഷൊർണൂര് നമ്മള് ശരിക്കും പോണ്ടത് കുന്നംകുളം റൂട്ടിനാണ്, കുന്നംകുളം തൃശ്ശൂര്. പക്ഷെ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം നമ്മള് ഇന്നലെ പണിതെടുത്തോണ്ട് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി, സങ്കടം തോന്നി. ടാറായെങ്കിലും വെച്ചിട്ട് അല്ല, നമ്മളിനി റോഡ് കേടുത്തുണ്ടല്ലോ. പിന്നെ അജിത്ത് പറഞ്ഞു ഇവിടെ അങ്ങോട്ട് തിരിയണം അട്ടാക്കില. നമ്മുടെ ഈ റോഡ് പോയിട്ട് നമ്മള് ദീനെ പോണ കാരണം എന്തുണ്ട്, നല്ല പ്രകൃതി രമണിയിലാകില്ല. എന്താ ഭംഗിയില്ലേ ഇവ. ഇത് എന്താ കുന്നിന്റെ മുകളിൽ ചീത്രപ്പണി പൊന്നിങ്ങോട്ട് ഇട്ട അങ്ങോട്ട്. എന്താ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, പക്ഷെ ഭയങ്കര സൂപ്പറല്ലേ കാണാൻ. ആ മരം നോക്കട കുഞ്ഞ, സൂപ്പർ. എനിക്കിങ്ങനെ വലിയ മരങ്ങൾ കാണുമ്പോൾ അതിന്റെ വീഡിയോ എടുക്കാൻ തോന്നും. നമ്മൾ അന്ന് വരുമ്പോ മരത്തിന്റെ ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് നിന്നായിരുന്നതാ, ഓർമ്മ ഉണ്ടാ? ഉത്രാളിക്കാവ് ക്ഷേത്രം. ഞാനവിടെ നമ്മളങ്ങനെ കൊറേ ട്രാവൽ ചെയ്ത് ടോൾ ഗേറ്റിന് അവിടെ എത്താറായി. നല്ല സൂപ്പർ ടോൾ ഗേറ്റിന്റെ അവിടെ എത്തിയില്ലേ. കേൾക്കാൻ പാടില്ലല്ലേ. താങ്ക് യു. ഫാസ്ടാഗ് ഉണ്ടായ ഇങ്ങനെ ഒരു ഗുണമുണ്ട്, പക്ഷെ ചിലയിടത്ത് ഫാസ്ടാഗ് ഉണ്ടായിട്ടും കാര്യമില്ല. നല്ല തിരക്കാണ്, നല്ല തിരക്ക്. നമ്മളിപ്പോൾ എയർപോർട്ടിന്റെ അടുത്തെത്താനായി. ഒന്ന് അങ്ങോട്ട് കിടക്കണം. ഒക്കെ വന്നു. മോനല്ലേ ഇങ്ങോട്ട് വരാൻ. ഈ നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. എത്തി നമ്മുടെ മിഷൻ തീർത്തിരിക്കുകയാണ്. ഞാനത് ഓഫ് ചെയ്തിട്ടോ.
എല്ലാ പ്രാവശ്യവും അച്ഛൻ ഇങ്ങനെ ലീവിന് നാട്ടിൽ വരുന്ന സമയത്ത് കൊണ്ടുവരാൻ പോകുമ്പോൾ തന്നെ ഈശ്വര ലീവ് തുടങ്ങിയല്ലോ, കൗണ്ട് ചെയ്ത് തുടങ്ങിയല്ലോ ദിവസങ്ങൾ, ഇനി കുറച്ച് ദിവസമാണല്ലോ ഉള്ളൂ. അങ്ങനെ അവസാനമാകുമ്പോഴേക്ക് ഭയങ്കര സങ്കടമായി തുടങ്ങും. ഇപ്രാവശ്യത്തെ പോക്കിൽ എന്തായാലും അങ്ങനത്തെ ഒരു സങ്കടവും ഇല്ല, ഭയങ്കര സന്തോഷമാണ്. എല്ലാ പ്രാവശ്യത്തിനെക്കാട്ടും ഇരട്ടി മധുരമാണ്. നല്ല രസമുണ്ട്. നടന്നൂടെ, എല്ലാരും പോരും, വാ. അച്ഛൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ഇനിയും 1.5 മണിക്കൂറുണ്ട്. സോ ഞങ്ങൾ ഫുഡെല്ലാം കരുതിയിട്ട് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ഫുഡെല്ലാം ഉണ്ടാക്കി പാക്ക് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെന്താ ചെയ്തോണ്ടിരിക്കണേ? നമ്മളിപ്പോ തിയേറ്ററിൽ നിന്ന് നമ്മള് ഫുഡ് കഴിച്ചോണ്ടിരിക്കണേ ഗൈസ്. നമ്മളാ തിയേറ്ററിൽ സെറ്റപ്പാണ്, കാണിച്ചു കൊടുക്കും. നമ്മളിവിടെ 7 കാണണേ, ഒരു സിനിമ കിട്ടാത്ത ദിവസം നമ്മള് 7 കാണണേ. പിന്നെ മോരുകറി, നല്ല മീൻ വറുത്തത്. ചേച്ചി മീൻ പിടിച്ചിരിക്കുന്നുണ്ട്. ഇതൊന്നും വല്ല മീനും മിസ്സായി കഴിഞ്ഞാൽ ചേച്ചി തലയിൽ വീഴുന്നതാണ്. എന്താലേ പെട്ടി പൊട്ടിക്കാൻ വീട്ടിലെത്തുന്നവരെ ക്ഷമയില്ല. അങ്ങനെയല്ല, ഞങ്ങളെ വണ്ടി ചെറിയ വണ്ടിയല്ലേ, അപ്പോൾ ഈ അച്ഛൻ 2 പെട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടെ അതിൽ പൂവില്ല, പിന്നെ സീറ്റിക്ക് വെക്കേണ്ട ഒരു 3 മണിക്കൂറൊക്കെ അങ്ങനെ ഇരിക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഞങ്ങൾ 2 പെട്ടിയും കൂടെ അൺബോക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഡിക്കിയിൽ സെറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ നമ്മള് പെട്ടി പൊട്ടിച്ചെടുത്തല്ലേ, നമ്മള് വളരെ നേരത്തെ പൊട്ടിച്ചു. കുറച്ച് തിടുക്കം കൂടിയതുണ്ട് അല്ലേ? സാധനങ്ങൾ നമുക്ക് എന്തായാലും 3 മണിക്കൂർ യാത്ര ഉണ്ട് തിരിച്ചു പോകുമ്പോ. അപ്പൊ ഇരിക്കാൻ സുഖമായിട്ടിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ 2 പെട്ടി. രണ്ടാമത്തെ പെട്ടിയും കൂടി സക്സസ്ഫുള്ളായി പൊളിക്കാൻ നടക്കും. അങ്ങനെ ഇതാ നമ്മളെല്ലാരും സെറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അച്ഛനെയും കൂട്ടി തിരിച്ചു ക്ഷീണിച്ചിരിക്കണം. കാണുന്നുണ്ടോ അജിത് ഉറങ്ങിയാ? ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാനൊന്നുമില്ല. എന്തുണ്ട് വിശേഷം? അജിത്തൊന്നും ഉറങ്ങിയില്ലടാ? ചെറുതായിട്ടൊന്നും ഇറങ്ങി. പിന്നെ നീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ഞങ്ങൾ അച്ഛനെ കൂട്ടി വീട്ടിലേക്ക് പോവാണ്. 3 മണിക്കൂറിന് മുകളിൽ ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന് വീട്ടിലേക്ക്. അങ്ങനെ നമ്മളെ ഫാമിലി ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരും. അതിൻ്റെ ഒപ്പം തന്നെ ഫുഡ് റെസിപ്പീസ് ഷെയർ ചെയ്യും. സോ എല്ലാവരും കാണുക. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അങ്ങനെ നമ്മളത് കഴിഞ്ഞിരിക്കുകയാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എല്ലാ ഭാഗവും കവർ ചെയ്ത്